തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ഹൈക്കോടതിയുടെ അമിത ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കോടതിക്ക് മേൽനോട്ടം മാത്രമേ ഉള്ളൂവെന്നും പക്ഷേ ഇപ്പോൾ ഒരു പൂ വാങ്ങണമെങ്കിൽ പോലും കോടതിയോട് ചോദിക്കേണ്ട സ്ഥിതിയാണെന്നും കെ മുരളീധരൻ വിമർശിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം തലമുറ കഴിഞ്ഞാലും തീരാത്ത അവസ്ഥയാണ്. ഇതൊക്കെ മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡ് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ദേവസ്വം മന്ത്രി. അവിടെ വെച്ചാണ് കോടതികൾക്കെതിരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചത്. ക്ഷേത്രങ്ങളുടെയും ദേവസ്വം ബോർഡുകളുടെയും പല കാര്യങ്ങളിലും അമിതമായി കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. മാത്രമല്ല, ഒരു പൂ വാങ്ങണമെങ്കിൽ പോലും കോടതിയുടെ അനുമതി വാങ്ങേണ്ട സ്ഥിതിയാണ് പല ദേവസ്വങ്ങൾക്കും ഉള്ളതെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കുന്നു. എല്ലാ കാര്യങ്ങളിലും കോടതി തന്നെ ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് വല്ല റോളുമുണ്ടോ? ശബരിമലയിൽ സർക്കാരിനും റോളില്ല, ദേവസ്വത്തിനും റോളില്ല. ഹൈക്കോടതിയാണ് അവിടെ ഏത് പൂ ഉപയോഗിക്കണം എന്ന് പറയുന്നത്, എങ്ങനെ ക്യൂ നിൽക്കണം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേൽനോട്ട അവകാശം മാത്രമേ കോടതിക്കുള്ളൂ. ദേവസ്വത്തിന് കൊടുക്കുന്ന ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ അധികാരം ഹൈക്കോടതിക്കുണ്ട്. അതല്ലാതെ സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കമ്മീഷണർ നിയമിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും കോടതിക്ക് ശരിക്കും പറഞ്ഞാൽ അവകാശമില്ല. അതിപ്പോൾ എല്ലാവരും കോടതിയോട് ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്ന് വിചാരിച്ച് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അമിതമായിട്ട് ഇടപെടൽ വേണമെന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഏതായാലും നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ട. നിയമസഭയിൽ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്, നിയമസഭയിൽ അങ്ങനെ ആരും പഠിക്കേണ്ടത്. ക്ഷേത്രങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് മണിക്കൂറുകൾക്കകം തന്നെ വീണ്ടും അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ അഭിപ്രായം ചോദിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയിരുന്നു. ഇത് കൃത്യമായി ഒരു ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണോ എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. ഗവൺമെൻറ്റിൻ്റെ അവകാശങ്ങൾ ഗവൺമെൻറ്റിനുള്ളതാണ്. അതേസമയത്ത് തെറ്റുകൾ കണ്ടാൽ കോടതിക്ക് ചൂണ്ടിക്കാണിക്കാൻ തിരുത്താം. പക്ഷേ എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളിലും കോടതിയുടെ നിയന്ത്രണം ശരിയല്ല. ഇപ്പോൾ SITയുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടൊന്നും പുറത്തു വരുന്നില്ല. കോടതിയുടെ നിയന്ത്രണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ തലമുറ കഴിഞ്ഞാലും കേസ് അന്വേഷണം തീരാത്ത അവസ്ഥയാണ് കാണുന്നത്. എന്തായാലും കോടതികളുടെ ഇടപെടലുകൾക്കെതിരെ ശക്തമായ രീതിക്കുള്ള ഒരു പ്രതികരണമാണ് കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായി ഏതെങ്കിലും തരത്തിൽ എതിർക്കുന്നതിനോ അല്ലെങ്കിൽ അത് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ആ തരത്തിലേക്ക് കൂടി ചർച്ചകൾ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ദേവസ്വം മന്ത്രിയുടെ ഈ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.